അപ്പോഴതാ വരുൺ മുൻപിൽ വന്നു. വരുൺ കമ്പ്യൂട്ടർ സയൻസിലെ വിദ്യാർത്ഥിയാണ് വരുൺ. ഞാൻ മുകളിലേക്ക് നടന്നു. ഇതാണ് ബിനീഷ്. ഇത് നമ്പർ 16 രഞ്ജീഷ് നാരായണൻ. പ്രവീൺ എന്നാണ് ശരിക്കുള്ള പേര്. മൻമോഹൻ ഗോളി കം ക്രിക്കറ്റർ കം. പിന്നെ എന്താണ് അതിന്റെ ഓട്ടോ. ട്രെയിനിൽ കയറിയ ഓട്ടോയുടെ ഒരു മാഗസിൻ തല തിരിച്ചാ വായിക്കുന്നത്. വീട്ടിലെത്തണ വരെ അത് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. അക്ഷരം വായിക്കാറില്ല, അത് വേറെ കാര്യം. വരുൺ ഓപ്പി. ആരെ കാണിക്കാനാണാവോ പുസ്തകം തുറന്നു വെച്ചിരിക്കുന്നത്? വിവേക് ദാസ്, ജയ്ജോ, ഹരി, രഞ്ജീഷ് അൽഫോൺസ്. ഉറക്കത്തിലാണ്, വീണ്ടും ഉറക്കത്തിലേക്ക് പോയി. ശ്രീകാന്ത്. What you have to say about hostel life? ഞാൻ പറയില്ല. ഒന്നുകൂടി പറയടാ. കുറച്ചു നേരത്തിന് ശേഷം ഞാൻ ഹില്ലിയോയിലെത്തി. ആദ്യം തന്നെ കണ്ടത് നോബിയെയും ദീപുവിനെയുമാണ്. ഹില്ലിയുടെ തനി സ്വഭാവം അവർ കയറിയ ഉടനെ തന്നെ കാണിച്ചു. അവരുടെ ഭാഷയിൽ നിന്ന് തന്നെ അത് മനസ്സിലാക്കാം. ക്യാമറയുമായി ഞാൻ മുകളിലേക്ക് നടന്നു. 3 സെറ്റ് പടികൾ കയറി ഞാൻ അവസാനം മുകളിലത്തെ നിലയിലെത്തി. അവിടെയാണ് സീനിയേഴ്സ് എല്ലാവരും. ആദ്യം തന്നെ കണ്ടത് പഠിപ്പിസ്റ്റ് വിജേഷിനെയാണ്. പഠിക്കാനൊരുങ്ങുകയാണ്. മഹാതൃശൂർക്കാരനായ സെറിൻ അലക്കുകയാണ്. പിന്നെ കണ്ടത് സന്ദീപിനെയാണ്. മുമ്പിൽ അപ്പോഴതാ മനു വന്നു. മനുവിന്റെ തൊട്ടു പിന്നിൽ നിൽക്കുന്നത് ആരാണ്? അഭിലാഷ്. ഈ മുറിയിൽ പതിവ് പോലെ തന്നെ ചീട്ടുകളി. മണ്ടൻ ദാസ്. പമ്പര വിദ്യയായ ഇവന്റെ പേരെന്താ? അഭീഷ്. തൂപ്പുകളിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. വീട്ടിൽ അയച്ചു കൊടുക്കല്ലേ? ചെയ്തോണ്ടിരിക്കടാ. ഇതാണ് ശരത്. ശരത്ത് സന്ദീപുമായി ഒരു വാഗ്വാദത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ആ പോകുന്ന വണ്ടിക്ക് നമ്മുടെ ക്യാമറയുമായി യാതൊരു ബന്ധവുമില്ല. എന്നാലും ഞാനത് പിടിച്ചു. ഇതാണ് തോട്ടാപ്പള്ളി സ്റ്റോഴ്സ്, കോളേജിലെ കുട്ടികളുടെ പ്രധാന ഉല്ലാസ കേന്ദ്രം. ചാണ്ടിയേട്ടൻ. കോളേജിലെ കുട്ടികളുടെ എല്ലാം ഹരമാണ് ചാണ്ടിയേട്ടൻ. ഒരു കുട്ടിക്ക് പോലും ചാണ്ടിയേട്ടനെ കുറിച്ച് മോശമായൊരു അഭിപ്രായമില്ല. ഉണ്ടോ മിനീഷ്? ചാണ്ടിയേട്ട, കോളേജിലെ കുട്ടികളെ കുറിച്ച് ഞങ്ങളെ കുറിച്ച് എന്താ പറയാനുള്ളത്? എന്താ പറയേണ്ടത്? എന്തെങ്കിലും പറയൂ. ചാണ്ടിയേട്ടന്റെ സഹകരണവും ചാണ്ടിയേട്ടന്റെ നല്ല മനസ്സും കാരണമാണ് പലരും ഇവിടെ ജീവിച്ചു പോകുന്നത്. കൊടയും പിടിച്ചു വരുന്നത് സെറിനും മഞ്ജുവാണ്. ഇപ്പോ മഞ്ജു സെറിന്റെ സ്ഥാനത്തും സെറിൻ മഞ്ജുവിന്റെ സ്ഥാനത്തും. അവർ ഇന്ദും ബ്ലാക്കിലേക്ക് പോവുകയാണ്. മുഖം മറച്ചു. എന്നെ കണ്ടാൽ സെറിനോടും. എന്തിനാണോ? വന്നുകൊണ്ടിരിക്കുന്നത് ആരാണ്? ജൂനിയേഴ്സ്. രണ്ടുപേരെയും എനിക്ക് പരിചയമില്ല. പരീക്ഷ കഴിഞ്ഞ് വരുന്ന രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ മുഖത്ത് അതിന്റെ സന്തോഷവും കാണാം. സന്ദീപ് ഒന്ന് നോക്കൂ, എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും കുട പിടിച്ചുകൊണ്ട് തന്നെ. ദീപയും ഇപ്പുറത്താരാ? മമിതയും, ഗിജിന, മഞ്ജു, ടീന മരിയ.
ഫിൽവിയിലെ ജ്യോതിഷിനെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജ്യോതിഷ് നല്ലൊരു പാട്ടുകാരനാണ്. ജ്യോതിഷ് ഒരു പാട്ട് പാടാമോ ഞങ്ങൾക്ക് വേണ്ടി? എൻ കാതലേ എൻ കാതലേ என்னை என்ன செய்ய போகிறாய் நான் ஓவியன் என்றும் தெரிந்தும் நீ என்னை கண்ணிரண்டும் கேட்கிறாய் என் காதலே என் காதலே என்னை என்ன செய்ய போகிறாய் நான் ஓவியன் என்றும் தெரிந்தும் நீ என்னை கண்ணிரண்டும் கேட்கிறாய் கிள்ளுவதை கிள்ளிவிட்டு என்னை தள்ளி நின்று பார்க்கிறாய் செய்யுவதை செய்துவிட்டு என்னை தள்ளி நின்று பார்க்கிறாய். നാശകാലേ വിപരീത ബുദ്ധി. ഇല്ല സ്മിത. സ്മിതയ്ക്ക് ഈ അടുത്തൊരു ആക്സിഡന്റ് സംഭവിച്ചു. ഒരുപാട് പേരുടെ സഹതാപം പിടിച്ചു പറ്റി. അയ്യോ കാണുന്നില്ല, മിസ്സായി പോയി. നിക്ക് അയ്യോ പോയി. എടാ സൂം ചെയ്തപ്പോ മിസ്സായടാ. ഒരു വെടിയും കിട്ടുന്നുണ്ട് എങ്ങോട്ടാന്ന്. ആരാള് സംജാത് പറ.